ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവ കൃപയാൽ ഒരു ദിവസം കൂടെ ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. 15-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 14-ാം സങ്കീർത്തനത്തിൽ ദൈവനിഷേധികൾ, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരത്വത്തെക്കുറിച്ചും മൂഢത്വത്തെക്കുറിച്ചുമൊക്കെ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും നമ്മളോട് കാണുക. വഷളത്വവും മ്ലേച്ഛതയും എല്ലാം സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്ന, എത്തിക്സ് ഇല്ലാത്ത അധാർമികമായ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് അവർ മാറുകയാണ്. വെള്ളി പൊതിഞ്ഞ മൺകുടം പോലെ ചില പരിവേഷങ്ങളൊക്കെ ബുദ്ധിമാന്മാരെന്ന് നടിച്ചുകൊണ്ട് ചില പരിവേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആന്തരികമായി അവിടെ ദുർബലത അല്ലെങ്കിൽ ദുഷിച്ചതായ ഒരു ജീവിത ശൈലിയാണ്. കാരണം ദൈവഭയമില്ല. അതുകൊണ്ട് ഒരു നിയമം ഇല്ലാത്തിടത്ത് നിയമം അധർമ്മം കൂടികുത്തി വാഴുന്നത് പോലെ ആ ഒരു ജീവിതശൈലിയാണ്. എന്നാൽ 15-ാമത് സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മാൻഡേറ്റ്, അതായത് ഒരു ദൈവ പൈതൽ, ഒരു ദൈവവിശ്വാസം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് 15-ാമത് ഇതിലെ വിഷയം. ഒരു ചോദ്യോത്തര സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ 1-ാമത്തെ വാക്യത്തിൽ 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരേ അർത്ഥം വരുന്ന ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരമാണ് തുടർന്നുള്ളതിൽ വരുന്നത്. ആത്മകഥം പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യം ചോദിച്ചിട്ട് അതേ വ്യക്തി തന്നെ പറയുകയാണ്, ആ വ്യക്തി തന്നെ അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഇതിനോട് സാമ്യമുള്ള ചോദ്യം തന്നെ 24-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ്, പക്ഷെ ഇത്ര ദീർഘമായിട്ടുള്ള ഇതില്ല. അതിലും ചില കണ്ടീഷൻസ് ഇത് എങ്ങനെയത് പറയുന്നുണ്ടത്. ഇവിടെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ഇതാണ് ചോദ്യം. ഹൂ ഷാൾ അബൈഡ് ഇൻ ഗോഡ്സ് സാങ്ച്വറി? ലോർഡ്, ഹൂ മേ അബൈഡ് ഇൻ യുവർ ടെൻറ്റ്? ഹൂ മേ ഡ്വെൽ ഓൺ യുവർ ഹോളി ഹിൽ? ദൈവത്തിൻ്റെ കൂടാരവും ദൈവത്തിൻ്റെ പർവ്വതവും. ഇതിനോട് സാമ്യമായിട്ട് തന്നെ അല്പം വ്യത്യാസമായിട്ട് മറ്റു രീതിയിൽ 24-ാം സങ്കീർത്തനത്തിൽ ചോദിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരുമ്പോൾ അത് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. അത് ഇച്ചിരി കൂടി വ്യത്യാസമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ഇതിനോട് സാമ്യമായിട്ടുള്ളത് തന്നെ ചോദ്യം അവിടെ ചോദിക്കുന്നു. അവിടെ യഹോവയുടെ പർവ്വതത്തിൽ ആൾക്കാരും അതിൻ്റെ വിശുദ്ധ സ്ഥലത്താർ നിൽക്കും. സാമ്യമുള്ളത് തന്നെ. എന്നിട്ട് ഏകദേശം 11 കാര്യത്തോളം അവിടെ പറയുന്നുണ്ട്. 1:1, 2:11 എന്ന് പറയുന്ന പോലെ ഒരു ശക്തയായ ബലമുള്ള ഒരു ഇതാണ് പറയുന്നത്. നീതിമാൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നീതിമാൻ്റെ ജീവിതശൈലി അതെങ്ങനെയായിരിക്കണമെന്ന് പറയാം. ഒന്നാമത് പറയും, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. 1 നടപ്പ്, 2 പ്രവൃത്തി, 2 ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക. വാക്ക്, ഡീഡ്സ് ആൻഡ് ടോക്ക്, സംസാരം. നിഷ്കളങ്കനായി നടക്കുക, നീതി പ്രവർത്തിക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഓരോന്നിലും ഇത് നമുക്ക് വ്യാഖ്യാനമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നിഷ്കളങ്കത്വം, അതായത് ദൈവം ആർക്കും നല്ലവനെന്ന് 73-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. യഹോവ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ ഹൃദയം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. ഇപ്പോൾ കർത്താവ് തന്നെ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഏറ്റവും സൗഭാഗ്യം, 8 വിധ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ 9 ഉണ്ടെന്ന് പറയും, എന്നാൽ 8 പൊതുവെ പറയും. അവിടെ പറയുന്നതന്നെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിഷ്കളങ്കത അല്ലെങ്കിൽ ശുദ്ധി അതുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ കണ്ടു എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. 73-ാം സങ്കീർത്തനം അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, നമ്മുടെ ഹൃദയം കഴുകപ്പെട്ടതായിരിക്കണം. ഹൃദയത്തെ എന്തുകൊണ്ട് നമുക്ക് കഴുകാനായിട്ട് പറ്റുന്ന ഡിറ്റർജൻറ്റ് എന്താണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടത. യെരമ്യാ പ്രവാചകനൊക്കെ പറയുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയുക. നമ്മൾ വസ്ത്രത്തിലൊക്കെ ചെളി പറ്റിയാൽ നമ്മൾ നല്ല ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചൊക്കെ അത് വാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യവും എല്ലാം കഴുകാനുള്ളതായ ഒരു ഇതാണ്
ഒന്ന് യേശുവിൻ്റെ തിരുരക്തമാണ്. യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പകരപ്പെടുമ്പോൾ നമ്മൾ ക്ലെൻസിങ് ആകും. ആ ജലനദിയാണത്. അത് വെള്ളമായിട്ട് പോകും. ആത്മാവിനെ വെള്ളത്തോട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിനെ നമ്മൾ കഴുകപ്പെടുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വചനം. വചനം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ ക്ലെൻസ് ചെയ്യും. വചനം ചിന്തിക്കുക, വചനം ധ്യാനിക്കുക, വചനം മനനം ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലെൻസിങ് ആയിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ നാമത്താൽ ശുദ്ധീകരണമുണ്ട്. പിന്നെ എല്ലാത്തിലും ഒരു അപ്പോസ്തലൻ പ്രവൃത്തി കാണും, വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകപ്പെടുക. വിശ്വസിക്കുക, അപ്പോൾ നമ്മുടെ ഹൃദയം കഴുകപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ക്ലെൻസിങ്, എപ്പോഴും നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയം. ഉരുളുന്ന കൈ കല്ലിൽ പായലേശിയില്ല, പായൽ കാണത്തില്ല എന്ന് പറയും. റോൾഡ്, അതായത് ഒരു കല്ല് ഉരുണ്ടുകൊണ്ടേ ഇരുന്നാൽ അതിനകത്ത് പായൽ പിടിക്കത്തില്ല. സമുദ്രങ്ങളിലൊക്കെ നല്ലൊരു കല്ലങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ നിന്നാൽ, ഒഴുക്കുള്ള വെള്ളമില്ലെങ്കിൽ അത് ചിലപ്പോൾ അത് പായൽ പിടിച്ചിരിക്കും. കല്ലുകളൊക്കെ ഒഴുക്കുള്ള വെള്ളത്തിൽ പോലും ഈ ചിലതിലൊക്കെ ഇറങ്ങുന്നവരൊക്കെ പറയുന്നു കാല് തെറ്റി വീഴുന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അവിടെ വഴുക്കുള്ളതായിരിക്കും അത്. അപ്പോൾ ഉരുളുന്ന കല്ലിലാണെങ്കിൽ പായലില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ദൈവകൃപയിൽ, ദൈവിക അനുഭവത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ ആ ശുദ്ധീകരണം നടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹൃദയങ്ങളെ കഴുകുക, നമ്മുടെ വസ്ത്രങ്ങളെ അലക്കുക. ഏതാണ് നമ്മുടെ വസ്ത്രം? നമുക്കൊരു വസ്ത്രമുണ്ട്, നമ്മുടെ നീതിയുടെ വസ്ത്രം. അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക എന്ന് പറയുന്നുണ്ട്. നീതിയുടെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, ഒത്തിരി കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയാനായിട്ട് സാധിക്കും. അതിലൂടെ പറയുകയാണ്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും. നമ്മുടെ പ്രവൃത്തി അത് നമ്മൾ ഇത് ചെയ്യണം. വാക്കൊന്ന് പ്രവൃത്തി ഒന്ന്, രണ്ടും രണ്ടായിരിക്കരുത്. വാക്കുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും ദൈവത്തെ സാക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ദൈവം ഇല്ലാന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അവൻ്റെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതമായ ദുർമാർഗമായത്തിലേക്ക് പോകുമ്പോൾ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്നാൽ ആ ദൈവികമായ പ്രവൃത്തി, ദൈവികമായ സാക്ഷ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് നിർജീവമായ ഒരു അനുഭവമാണ്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, അല്ലേ? എല്ലാവരോടും സത്യം സംസാരിക്കണം. അതൊരു നമ്മുടെ ഒരു ബലമാണത്, നമ്മുടെ വാക്കുകൾക്കുള്ള ബലം. സത്യമെന്ന് പറയുന്നത്, സത്യം അരക്കി കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക എന്ന്. സത്യം അരക്കി കെട്ടുക. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു പാൻറ്റ്, ലൂസായിട്ടുള്ളൊരു പാൻറ്റ് ഇട്ടുകൊണ്ട് പോയാൽ എങ്ങനെ കിട്ടും? അതാണ് ഈ പടയാളികൾക്കിടയിൽ ബെൽറ്റ് മസ്റ്റാണ് അവർക്ക്. അരക്കെട്ട് ഉറപ്പിക്കണം അവർ. നല്ല ശക്തമായിട്ട് അരക്കെട്ട് ഉറപ്പിച്ചെങ്കിലേ യുദ്ധത്തിൽ പിടിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുപോലെ ഡാൻസ് അല്ലെങ്കിൽ ഏതൊരു കായിക ഇനത്തിൽ ഏർപ്പെടുന്നവരും അവർ നല്ല അരക്കെട്ട് ഉറപ്പിക്കുക എന്നുള്ളത് അതൊരു വസ്തുതയാണ്. എത്ര നല്ല ഡ്രസ്സാണെങ്കിലും ശരി, അത് ലൂസാണെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കും. എന്ന് പറഞ്ഞതിലൂടെ പറയുന്ന സത്യം, ഹൃദയപൂർവ്വം സത്യം സമ്മതിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ധൈര്യമാണത്. ഇനി നാവ് കൊണ്ട് കുരള പറയാതെയും നിൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നാവ് കൊണ്ട് കുരള പറയുക, അതായത് കുരള പറയുന്നവൻ്റെ നാവിൽ പിശാചിന് വഹിക്കുകയാണെന്നും ഏഷണി, കുരള എന്ന് പറയുന്നത് അത് കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ പിശാച് വസിക്കുകയാണെന്ന് പറയും. രണ്ടും തെറ്റാണ്. കുരള പറയരുത്, അത് കേൾക്കരുത്. കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ഇരിക്കത്തക്കവണ്ണം കുരള പറയുക, ഏഷണി പറയുക, കൂട്ടുകാർക്ക് ദോഷം ചെയ്യുക, അതൊന്നും നമ്മൾ പാടില്ല. ആരും കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടില്ലെങ്കിൽ ദൈവം നമ്മൾ കാണുന്നു എന്നുള്ളത്. അപ്പോൾ അവനോട് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവനോട് പറയാൻ പറ്റുമെങ്കിൽ പറയുക. അവൻ്റെ തെറ്റുകൾ, മറ്റുള്ളവരുടെ തെറ്റുകൾ പറയാൻ പറ്റുമെങ്കിൽ പറയുക. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അത് പരസ്യപ്പെടുത്താതിരിക്കുക. പിന്നെ യക്ഷണി എന്ന് പറയുന്ന ഒരു ഭയങ്കര മാരകായുധമായിട്ടാണ് പറയുന്നത്. ഒരു ഈ ചൂണ്ട പോലെ ഭയങ്കര അതാണ്. അത് സ്വാദുഭോജനം പോലെയാണ്, പക്ഷേ അത് വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അത് കയ്പ്പിക്കുമെന്നാണ് പറയുന്നത്. ചില ഫുഡ് അങ്ങനെയാണ്, അത് കഴിക്കാൻ രുചിയായിരിക്കും, പക്ഷേ ചെന്ന് കഴിയുമ്പോൾ അകത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ ഏഷണി അത് നമ്മുടെ ദുഷിച്ചു കളയും. അത് നമ്മൾ കേൾക്കുന്നു, കൂട്ടുകാരനോട് ദോഷം ഏഷണി കേൾക്കുന്നതും ഏഷണി പറയാതിരിക്കുന്നതും അത് ഏറ്റവും നല്ലതായിട്ടാണ്. കൂട്ടുകാരൻ അപവാദം വരുത്താതിരിക്കുന്നവൻ വഷളനെ നിന്ദനായി എണ്ണണം. അത് വഷളത്വം കാണിക്കുന്നവരെ ഇന്ന് അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ചീത്തത്തരം പറയുന്നവരൊക്കെ ചിലരൊക്കെ ഇങ്ങനെ വലിയ ഇതായിട്ട് നോക്കും. ഇപ്പോൾ ഒരു നടൻ, ഒരു ആക്ടർ അവരുടെ ഒരു ചീത്ത വാക്ക് പറഞ്ഞു. ഇപ്പോൾ കൊച്ചുകുട്ടികൾ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്. കൊച്ചുകുട്ടികളെയൊക്കെ ഇൻ്റർവ്യൂക്ക് ഇത് വിളിച്ചിരിക്കുമ്പോൾ അവർ ഒരു തെറ്റായ വാക്കുകൾ പറയുക. അവരുടെ കുട്ടിത്തമാണ്, അവിടെ അറിയില്ലായ്മ, പക്ഷെ അറിവില്ലായ്മ അവർ അഭിനന്ദിക്കുക.
എന്താണ് മൂത്തവരൊക്കെ എടാ പോടാ പോടാ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു അഭിനന്ദനമായിട്ട് ആ കുട്ടിയെ അത് ഒരു ഉയർത്തുകയാണ്. അതൊക്കെ വ്യൂവേഴ്സൊക്കെ കൂടുകയാണ്. ഒരു ചീത്ത തരം പറയുക. അപ്പോൾ വഷളനെ നിന്ദനായി എണ്ണണം. അത് ആദരിക്കരുത്. നമ്മൾ ആദരിച്ചാൽ അതിന് നമ്മൾ കൂട്ടു നിൽക്കുകയാണ്. എന്നാൽ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. യഹോവ ഭക്തിയുള്ളവർ എപ്പോഴും ദൈവഭക്തരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരുള്ള ദൈവികതയാണ് നമ്മൾ ആദരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ കഴുതയ്ക്ക് തുണി വിരിച്ചിട്ട് കഴുതയുടേതല്ല, കഴുതപ്പുറത്ത് യേശു കയറിയിട്ടുള്ളത് കൊണ്ട് ആ വീതികളിലെല്ലാം തുണി വിരിച്ചിടുകയാണ് എന്ന് പറഞ്ഞ പോലെ യേശു ദൈവവാഹകരാണ് നമ്മൾ ഓരോരുത്തരും. കന്യാമറിയാമിനെ കുറിച്ച് തിയോടോക്കോസ് എന്ന് പറയും ദൈവവാഹക, ക്രിസ്റ്റോടോക്കോസ് എന്ന് പറയും ക്രിസ്തുവാഹക. ഓരോ വിശ്വാസികൾ തന്നെയാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ വരം. നമ്മളാണ് ദൈവത്തിൻ്റെ കൂടാരം. അപ്പം നമ്മൾ ദൈവം വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കൂടാരമാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ നമ്മൾ ചലിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരങ്ങളായിട്ട് മാറുക. അപ്പോൾ നമ്മളിൽ വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക. പിന്നെ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാൽ അതിനൊക്കെ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, അസത്യം ചെയ്യാതിരിക്കുക. സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുക. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അമിത ദ്രവ്യം. ഇപ്പം നിൻ്റെ സഹോദരനോട് പലിശ വാങ്ങരുതെന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രമാണമുണ്ട്. അന്യനോട് പലിശ വാങ്ങാമെന്നും പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ ഒരു വിധേയമായ, അതായത് ഒരു നീതിയുള്ള ഒരു ഇതായിരിക്കണം. അനേകർക്ക് ഇങ്ങനെയുള്ളത് അത് പ്രയോജനമായിട്ട് മാറും. ഇപ്പോൾ ചില നമ്മൾ ഇത് കൊടുക്കുമ്പോൾ പണം കൊടുക്കുമ്പോൾ അനേകർക്ക് ജീവിതത്തിൽ അത് ബിൽഡപ്പിന് അത് പ്രയോജനമായി വരും. അത്യാവശ്യ സമയത്ത് ഇച്ചിരി അധികം പണം ഒന്നിച്ച് അത് ലഭ്യമാകുന്ന ഒരു സ്ഥലം. എന്നാൽ അവിടെ ഈ പലിശ വാങ്ങുന്നത് മുതലിനോട് ചേർത്ത് എന്ത് കൊള്ള പലിശ വാങ്ങിക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. കാരണം കർത്താവ് തന്നെ ഈ താലന്തുകൾ കൊടുക്കുമ്പോൾ ഒരു താലന്ത് കൊടുത്തുകൊണ്ട് അതുപോലെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നീ ഇത് അതായത് ബാങ്കിൽ അത് ദ്രവ്യം അവന് കൊടുക്കാഞ്ഞത് ഞാൻ പലിശയോടുകൂടി വന്ന് അത് മേടിച്ചു കൊള്ളുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ന്യായമായിരിക്കണം, ന്യായരഹിതമായ വരവ്, അതൊക്കെ തെറ്റായിട്ടാണ് അവിടെ പറയുന്നത്. ഇനി കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇന്ന് കള്ളസാക്ഷി പറയും, പൈസ കൊടുത്ത കള്ളസാക്ഷി പറയുന്നവരുണ്ട്. കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നവർ. പണത്തിന് മീതെ പരുന്തും പറക്കും എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ അങ്ങനെ അത് ചെയ്താൽ അവന് മനസ്സാക്ഷി ദുർബലമാകും, മനസ്സാക്ഷി നിർജ്ജീവമാകും, അത് ദുഷ്ടതയായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം കാണത്തില്ല. ഇതിൻ്റെയൊക്കെ പരിണത ഫലതാണ് അസമാധാനം നിറഞ്ഞൊരു ജീവിതം. യഥാർത്ഥ സന്തോഷമൊന്നും കാണുകയില്ല. അവൻ ഉറങ്ങണമെങ്കിൽ അവന് പലതും ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു ശാന്തനായ ദരിദ്രനായ ഒരു മനുഷ്യൻ പോലും അവൻ്റെ ഉറക്കം സുഖകരമാകും, അല്ലേ? അത് സമാധാനമുള്ള ഒരു ഹൃദയം, അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നവന് ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ബ്രൈബ്, കൈക്കൂലി വാങ്ങരുത്, കൈക്കൂലി കൊടുക്കരുതെന്ന് പറയും. ഇവിടെ പറയുകയാണ് ഇങ്ങനെ ചെയ്യുന്നവന് ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ഇതെത്ര മനോഹരമായതാണ്. ഈ ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായ ദൈവങ്ങളിൽ സമർപ്പിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളിൽ ഇടം കൊടുക്കണം. നമ്മുടെ ഹൃദയത്തെ ദൈവങ്ങൾ കൊടുക്കണം. തിരുരക്തത്താൽ കഴുകപ്പെടണം. മുഴുവനായ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണമായ ദൈവങ്ങളിൽ ബുദ്ധി, ചിന്ത, ആലോചന, വികാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്യാം. ദൈവം നമ്മളെ ശുദ്ധീകരിക്കട്ടെ. ദൈവകൃപ നമ്മളെ നിറയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ല ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം നമ്മോടുകൂടെ എന്ന് പേർ വിളിക്കപ്പെട്ട കർത്താവായ യേശുവേ, ഞങ്ങളിൽ വാസം ചെയ്യുവാനാണ് അവിടുന്ന് സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ഇറങ്ങി വന്നതെന്ന് ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് കർത്താവെ തിരുവഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നു. എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു തിരുവഴുത്ത് പറയുന്നു. യേശുവെ, ഞങ്ങളതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഹൃദയവും മനസ്സും വിചാരങ്ങളും വാക്കും പ്രവൃത്തിയെല്ലാം വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവനുള്ള സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. അപ്പം നിർഭയരായി, ധൈര്യത്തോടെ, വിശുദ്ധരായി ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവൻ ആവശ്യമായിരിക്കുന്ന കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ യാചിക്കുന്നു.
എല്ലാ കുറവുകളും കുറ്റങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ, പുതുതാക്കണമേ, പുതിയ ഹൃദയം തരണമേ, പുതിയ ആലോചന എല്ലാം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ഞങ്ങൾക്ക് നയിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളിൽ കൂടെ വസിക്കണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്തിന് ജീവിക്കുന്ന അനുഭവം തരണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, മഹത്വം അവിടുന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ.